ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റോസ് ബ്ലൂംസ്. ഇതെൻ്റെ ആദ്യത്തെ ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. ഇന്ന് ദുഃഖ വെള്ളിയാഴ്ചയാണ്. ദുഃഖ വെള്ളിയാഴ്ച പള്ളിയിൽ പോയി വന്നതിന് ശേഷമുള്ള വീഡിയോസാണ് കേട്ടോ. കാലത്തെ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ സാധിച്ചില്ല. വീടിൻ്റെ ഫ്രണ്ട് വശം വൃത്തിയാക്കുന്നതാണ് കേട്ടോ. വൃത്തിയാക്കുന്നത് വേറെ ബംഗാളികളൊന്നുമല്ല, ഇവിടെ സ്വന്തം ഹസ്ബൻഡാണ്. ദുഃഖ വെള്ളിയാഴ്ച വൈകിട്ട് നഗരി കാണിക്കൽ എന്ന് പറയും, അതായത് പ്രദക്ഷിണം. പള്ളിയിൽ നിന്നുള്ള എല്ലാവരും ഒന്ന് ചേർന്നുള്ള പ്രദക്ഷിണം ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് പോവുക. അപ്പോൾ അതിൻ്റെ കുറച്ച് വൃത്തിയാക്കലും വെടുപ്പാക്കലൊക്കെയാണ് ഈ കാണുന്നത്. ഞാനാണെങ്കിൽ അടുക്കളയിലുള്ള കുറച്ച് പാചകത്തിലാണ്. കാരണം ഒരു കറി ഉണ്ടാക്കണം. കറി ഞാൻ കാലത്ത് പുട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പുട്ടിൻ്റെ കൂടെ കടലയാണ്. അപ്പോൾ ബാക്കിയുള്ള കടല എടുത്ത് കാച്ചി അത് കൂട്ടാനും കൂടി ആക്കാമല്ലോ. അപ്പോൾ ഉച്ചയ്ക്കുള്ളൊരു കറിയായി. അപ്പോൾ എൻ്റെ ഈ പണി കഴിഞ്ഞ് വരുമ്പോഴേക്കും എനിക്ക് പുറത്ത് ചേട്ടനെ ഹെൽപ്പ് ചെയ്യാമല്ലോ. കാരണം അവിടെ നല്ല വെയിലാണ്. ആളെ കൊണ്ട് ഒറ്റയ്ക്ക് ചിലപ്പോൾ കൂട്ടിയാൽ കൂടില്ല. രണ്ടാളും കൂടി നിന്നാൽ തന്നെ അത് കഴിയുള്ളൂ. അപ്പോൾ ഞാൻ എത്രയും പെട്ടെന്ന് പണി കഴിച്ചിട്ട് ഞാനും ആളുടെ കൂടെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ കുറച്ച് മരവും മേടിച്ചിട്ടിട്ടുണ്ട്. വിറക് ഗ്യാസിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ വിറക് കുറച്ച് നേരത്തെ മേടിച്ചിട്ടു. കാരണം ഗ്യാസ് എപ്പോഴെങ്കിലും കഴിഞ്ഞ് കഴിഞ്ഞാൽ വിറകിനെ തന്നെ നമ്മൾ ആശ്രയിക്കണ്ടേ. അപ്പോൾ അതും ഒതുക്കിയിടണം. ഇന്നാണെങ്കിൽ മുടക്ക് ദിവസമായതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും ഉണ്ട്. അപ്പോൾ പറ്റുന്ന പണികളൊക്കെ വേഗം കഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ കിച്ചണിലെ പണിയും ഹസ്ബൻഡ് പുറത്തത്തെ പണിയും കഴിച്ചു കഴിഞ്ഞാൽ രണ്ടാൾക്കും കൂടി മരം കയറ്റി അകത്തേക്ക്, അതായത് മുകളിലാണ് ഞങ്ങളുടെ വിറക് എടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ അവിടെ എന്തായാലും ഉണങ്ങണം വിറക്. അങ്ങനെ അത്രയധികം കുറച്ച് പച്ച വിറകാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഉണങ്ങണം. അപ്പോൾ മുകളിൽ അത് വിരിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കയറ്റി വെക്കാമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കൂട്ടാൻ കാച്ചി കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല വെയിലത്താണെങ്കിൽ കാലത്ത് അലക്കിയിട്ട തുണികളെല്ലാം നല്ല രീതിയിൽ ഉണങ്ങിക്കിട്ടി. കൂടുതൽ ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നരയ്ക്കും. അതുകൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് എടുത്തു. ഇപ്പോഴത്തെ വെയിലിന് എന്തൊരു ചൂടാണല്ലേ, സഹിക്കാൻ പറ്റില്ല. അതുപോലെയാണ്. തുണികളെല്ലാം എടുത്തു കഴിഞ്ഞപ്പോൾ വേഗം എടുക്കണു ഒതുക്കാനായിട്ട്. ഒരു പണി കഴിയുമ്പോൾ മറ്റേ പണി എന്ന് പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഒരു ലോഡ് കിടക്കുന്നുണ്ട്. ഓരോ പണി ഒതുക്കും തോറും അടുത്ത പണികളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു പറഞ്ഞില്ലേ. 2-3 ദിവസത്തെ ഡ്രസ്സുകളുണ്ടായിരുന്നു കേട്ടോ ഒതുക്കാൻ. ജോലിയിൽ ഉള്ള ദിവസം നമുക്ക് ഒതുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഈ മുടക്ക ദിവസങ്ങളിലായിരിക്കും ബാക്കിയുള്ള പണികളെല്ലാം ചെയ്യാം. കുട്ടികളുടെ ഡ്രസ്സും ഹസ്ബൻഡിൻ്റെയും എൻ്റെയും എല്ലാം ഉണ്ട്. അപ്പം ഞാനതൊന്ന് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഡ്രസ്സുകളെല്ലാം ഒതുക്കി വയ്ക്കും. കുട്ടികളുടെ ഡ്രസ്സുകളെന്ന് പറഞ്ഞിരുന്നത് ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് വയ്ക്കുന്നത്. അപ്പോൾ അതിലാണെന്നുണ്ടെങ്കിൽ എത്ര ഒതുക്കി മടക്കി വെച്ചാൽ പോലും അവരെടുക്കുമ്പോൾ അത് വലിച്ചു വാരിയിട്ടായിരിക്കും കിടക്കുക. അതുകൊണ്ട് ഞാൻ പിന്നെ എൻ്റെ ഡ്രസ്സുകൾ മാത്രം ഒതുക്കി മടക്കി എടുത്ത് വയ്ക്കും. കുട്ടികളുടെ ഡ്രസ്സ് ഞാൻ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ എടുത്ത് വയ്ക്കുന്നത്. കാരണം എത്ര ഒതുക്കി വെച്ചാലും അവർ ആ ഒരു ഡ്രസ്സ് നോക്കുമ്പോൾ അടുത്തത് എടുക്കും. അപ്പോൾ എല്ലാം കൂടി ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴും. അങ്ങനെ തന്നെ. അപ്പോൾ എൻ്റെയും ഹസ്ബൻഡിൻ്റെയും ഡ്രസ്സുകൾ ഒതുക്കി എടുത്ത് തേച്ച് വയ്ക്കും. ഇതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡൊന്ന് പോയി നോക്കിയിട്ടോ, എന്താണ് ആളവിടെ ഉണ്ടോ അതോ വെയിലത്ത് തലകറങ്ങി വീണോ എന്ന് നോക്കാനാണ് പോയത്. കുറച്ച് നേരം ഞാൻ നോക്കിയപ്പോൾ ആളവിടെ ഉണ്ടായിരുന്നു. അവിടെ മതിലൊക്കെ കഴുകുന്നുണ്ട്. പുറത്തത്തെ പണികളെല്ലാം കഴിഞ്ഞ് മതിലൊക്കെ ആൾ വൃത്തിയാക്കി കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അതും കൂടി കഴിയുമ്പോഴേക്കും ഞാൻ ഒതുക്കലും എടുത്ത് വയ്ക്കലെല്ലാം കഴിയുമല്ലോ. അപ്പോൾ ഞാനതൊക്കെയും അങ്ങനെ ചെയ്ത് തിരിച്ചു വന്നു. ബെഡ്ഷീറ്റുകളും തലയണകളും സെറ്ററുകളും എല്ലാം ഞാൻ ഈ കട്ടിലിൻ്റെ അടിയിലുള്ള ഈ വലിപ്പിലാണ് കേട്ടോ എടുത്ത് വയ്ക്കാറ്. അവിടെ ആകുമ്പോൾ സേഫായിട്ട് ഇരിക്കുകയും ചെയ്യും. ഡ്രസ്സുകൾ കൂടുന്തോറും ഇതെടുത്ത് വയ്ക്കാനുള്ള ഷെൽഫുകളും വേണമല്ലോ. അപ്പോൾ ഞാൻ ഇതെല്ലാം ഇവിടെയാണ് കേട്ടോ ഒതുക്കി വയ്ക്കാറ്. ഇതിനിടയിൽ ഞാൻ ചോറ് തിളപ്പിച്ച് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. ഒരു വാഴ 1 ഫിലിം ഇട്ടു. അപ്പോൾ ഫിലിം കണ്ടുകൊണ്ടാണ് ഭക്ഷണം കഴിക്കണത്. ഇതിനിടയിൽ ഞാൻ ഹസ്ബൻഡൊന്ന് പോയി നോക്കിയിട്ട് അവിടെ നോക്കിയപ്പോൾ ആളൊന്നും കാണാനില്ല. മോനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് വെള്ളിയാഴ്ച ആയതുകൊണ്ട് നഗരി കാണിക്കൽ പ്രദക്ഷിണം പോകുന്നുണ്ടല്ലോ. അപ്പോൾ യൂണിറ്റിൻ്റെ വക പിണ്ടി കുത്തലുള്ള പരിപാടിയുണ്ട്. അപ്പോൾ അതിന് ആളെ ഇടയിൽ ഇറങ്ങിപ്പോയി. ഞാൻ നോക്കുമ്പോൾ ആളെ കാണുന്നില്ല. അപ്പോൾ ഞാനും പിന്നെ ഭക്ഷണം കഴിച്ചു. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ അപ്പുറത്തുള്ള പിള്ളേരുകളെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ കളിക്കാനായിട്ട്. അതിനുശേഷം ഉച്ചയ്ക്കൊന്ന് ചെറിയൊരു ഉറക്കം എടുത്തു. അതിനുശേഷം ഞങ്ങളതേ പള്ളിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഹസ്ബൻഡ് അവിടെ നഗരി കാണിക്കൽ ഇതിന് ഒരു ടാബ്ലോ പോലെ ഔസേപ്പിതാവായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും മോനും മാത്രമാണ് ഇന്ന് വന്നിട്ടുള്ളത്. മൂത്താൾ കുറച്ച് നേരത്തെ പോയി. ഇതിലാണ് അവസാനം നിൽക്കുന്നത്. യേശുവിൻ്റെ തൊട്ടടുത്ത് ഔസേപ്പിതാവായിട്ട് നിൽക്കുന്നത്. മതിൽ കഴുകുന്ന ഇടയിൽ ഇറങ്ങിപ്പോയി. അവനെടുക്കേണ്ട വരുന്നത് ഭാഗ്യത്തിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഉഷാറായി എൻ്റെ കൂടെ നടന്നു. കുറച്ചധികം ദൂരം പള്ളിയിൽ അവർ ടാബ്ലോ അറേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഈശോയുടെ മേത്ത് നിറച്ച് മണ്ണും അതുപോലെ ശിഷ്യന്മാരുടെ മേത്തും പടയാളികളുടെ മേത്തൊക്കെ മണ്ണ് ആകെ പുരട്ടിയിട്ടുള്ള ഒരു അടിപൊളി ടാബ്ലോ ആയിരുന്നു കേട്ടോ. സൂപ്പറായിട്ടുണ്ടായിരുന്നു. എൻ്റെ മോനാണ് ഏറ്റവും ഫ്രണ്ടിൽ കയറിയിട്ട് നിൽക്കുന്നത്. അവരിങ്ങനത്തെ കാഴ്ചകൾ കാണാൻ വളരെ ഇഷ്ടം. ടാബ്ലോ കഴിഞ്ഞു, അവരത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്ട്രെയിൻ എടുത്തിട്ടാണ് കേട്ടോ അവരത് ചെയ്യുന്നത്. എന്തായാലും നല്ല ഒരു എഫേർട്ട്, നല്ലൊരു വർക്കായിരുന്നു കേട്ടോ അവരുടെ. എല്ലാവരും പള്ളിയുടെ ഉള്ളിലാട്ടോ. ഞങ്ങൾ മാത്രമാണ് ഒരുവിധം കുറച്ച് പേര് മാത്രമേ ഉള്ളൂ പുറത്ത്. ഇവൻ ഈ പുറത്ത് ആ സ്റ്റേജിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഞാൻ ഹസ്ബൻഡ് വന്നു, പുള്ളിക്കാരൻ ഔസേപ്പിതാവിൻ്റെ വേഷമൊക്കെ മാറി സാധാരണ വേഷമായിട്ട് വന്നിട്ടുണ്ട്. പോയോണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ രണ്ടാളിപ്പോൾ 2 വണ്ടിയുമാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പോൾ ഹസ്ബൻഡ് വന്നപ്പോൾ ഹസ്ബൻഡിൻ്റെ കൂടെ സാൻഡി കയറിപ്പോയി, ഞാൻ എൻ്റെ വണ്ടിയുമേയും പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വിശേഷങ്ങൾ. താങ്ക്